ഹായ് മകളെ, ഈ രീതിയിൽ ഒരു ചോദ്യം നിങ്ങളുടെ ചോദ്യത്തിൽ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഈ രീതിയിൽ ഏത് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട വളരെ സിമ്പിൾ ആയിട്ട് ട്രിക്ക് ഇത്രേ ഉള്ളൂ. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 8ാമത്തെയും 19ാമത്തെയും പദത്തിന്റെ തുക എന്ന് പറയുന്നത് 125 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇത് ചെയ്യേണ്ട രീതി ഇത്രേ ഉള്ളൂ. 8ഉം 19ഉം കൂട്ടിയാൽ 27 ആണ്. അങ്ങനെ കൂട്ടിയാൽ 27 കിട്ടുന്ന എല്ലാത്തിന്റെ ആൻസർ 125 ആയിരിക്കും. സോ 7ാം പദത്തിന്റെയും 20ാം പദത്തിന്റെയും തുക എത്ര എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമുക്കറിയാം 7ഉം 20ഉം കൂട്ടിയാൽ 27 ആണ്. സോ അതും 125 ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ആ ഒരു മാർക്ക് കിട്ടി. അടുത്ത ചോദ്യം, 6ാം പദം 40 ആണ്. 21ാം പദം എത്ര? നമുക്കറിയാം 6ഉം 21ഉം കൂട്ടിയാൽ 27 ആണ്. സോ ഈ രണ്ട് ടേമും തമ്മിൽ കൂട്ടിയാൽ 125 കിട്ടണം. സോ ഒരു ടേം 40 ആണെങ്കിൽ 40നോട് ഏത് ടേം കൂട്ടുന്ന സമയത്താണ് 125 കിട്ടുക? 85 ആണ്. 40 + 85 125. സോ ഈ കാണുന്ന ടേം എന്ന് പറയുന്നത് 85 ആണ്. അടുത്തൊരു കാര്യം ശ്രദ്ധിക്കുക. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ ഈവൻ നമ്പേഴ്സിന്റെ ടേം സമ്മ് കാണാൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി 26 പദങ്ങൾ ഉണ്ടെങ്കിൽ 26ന്റെ പകുതി എടുക്കുക, 13 n/2. 13 ഇൻറ്റു ഒരു ജോഡിയുടെ തുകയാണ്. ജോഡി എടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആയിട്ടാണ് ജോഡി എടുക്കുന്നത്. സോ x1 പ്ലസ് 26 പദങ്ങളുടെ തുക ആയതുകൊണ്ട് x26 വരും. 26 ടേം. അപ്പൊ നമുക്കറിയാം 1ഉം 26ഉം കൂട്ടിയാൽ 27 ആണ്. സോ ഇവിടെ കൂട്ടിയതെല്ലാം 27 കിട്ടിയത് കൊണ്ട് ഇതിന്റെ ആൻസർ 125 തന്നെ ആയിരിക്കും. സോ ഇതിന്റെ ഫൈനൽ ആൻസർ വരുന്നത് 13 ഇൻറ്റു 125 ആണ്. ഇത് എത്രയാണ് നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്.